കമന്റ് ഉണ്ട്, ഇരട്ടപ്പേര് കണ്ട്. ഇരട്ടപ്പേരുകൾ ആളുകൾ വിളിക്കാറുണ്ട്. ഹൈ പ്രിയുള്ള കലാശകളെ, ഇത് ഞാനാ കലാഭൻ മണി. ഓടേണ്ട ഓടേണ്ട ഓടിത്തള്ളേരേണ്ട. പിന്നെ കോളനി എന്ന് പറഞ്ഞ മൂവിയിൽ നായകനാവാൻ പറ്റി. കുറച്ചോനെ പാലിസ്ന അല്ല നായിൻ്റെ ഓനെ ഈ കളവ് പറ്റൂല, നമ്മൾ അന്ന് പറഞ്ഞ വേണ്ടാത്ത കാലത്തിന് പോണ്ടെന്ന്. നമസ്കാരം ഉണ്ട്. പൊന്നപ്പനല്ല തങ്കപ്പൻ, അടിച്ചൊടുക്കണ അവരുടെ കാല്. എന്റെ കാലല്ല, അവരുടെ കാല് തള്ളി തള്ളി ഒടുക്കേ. തെക്കേ പ്രതപ്ലാവും എൻ്റെ ഒപ്പേ വരിക്ക ചക്കുണ്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. വൈക്കുച്ചാണ്ടേ പാണം കത്തണുമാ. അങ്ങനെ അങ്ങനെ പറയലേ സാറേ. ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം. ആണെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം. എൻ്റെ കുട്ടിയെ എനിക്ക് വേണം, ഇവൾക്കും എനിക്ക് വേറെ ആരുമില്ല. നമ്മളാ മരിച്ച സമയത്ത് മരണപ്പെട്ടപ്പോൾ ഒരു പാട്ട് പാടില്ലേ, നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ പാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ. അല്ല തോമസാറ് വന്നോ? തോമസാറ് പാവാ. എൻ്റെ വാസുദേവനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുക. തോമസാറ് പാവാ. എൻ്റെ വാസുദേവനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കുക. കേട്ടില്ലേ ഞാൻ? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഫിലിം സ്റ്റോറിമാൻ മീഡിയയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം ചേട്ടാ, ഒരുപാട് സന്തോഷം. ഈ കോമാളിത്തരങ്ങളൊന്ന് കുറച്ചിട്ട് ഒരു നല്ല രീതിയിലൊന്ന് മീഡിയയുടെ മുന്നിൽ ചേട്ടാ, അതായത് നമ്മുടെ ഈ കോമാളിപരമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴാണ് ആളുകൾ അതായത് പോസ്റ്റ് ചെയ്യുന്നത്. കുറെ ആളുകൾ അറിയാലോ. നല്ല എത്ര വർഷമായി ചെറിയ ചെറിയ റോളായിട്ട് കഷ്ടപ്പെട്ട് കഴിവുണ്ടെങ്കിൽ. ചേട്ടാ ഞാനും പോയിട്ടുണ്ട്, സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, എല്ലാ രീതിയിലും പോയിട്ടുണ്ട്. പക്ഷെ അവസരങ്ങളില്ല ചേട്ടാ. അവസരങ്ങൾ തേടി വരും, ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ല ഞാൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സീനിന് വേണ്ടി ഒരു സാധനം എടുത്ത മാറ്റിയിട്ട് നമുക്ക് ചെന്നാൽ കിട്ടൂലല്ലോ. നമ്മള് അവസരങ്ങള് പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുക. ചിലപ്പോ കുട്ടികളുണ്ടല്ലേ നടത്തം പഠിക്കുമ്പോൾ ഒന്ന് നടക്കും വീഴും, പിന്നെ ഇതോ അങ്ങനെ അവസാനം മനസ്സിലായി. ചേട്ടൻ പറഞ്ഞ മനസ്സിലായി. എനിക്ക് സങ്കടമില്ല എന്നല്ല പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ ആരെങ്കിലും വന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അധികം ആളുകൾ കോമാളിത്തരം ഇരട്ടപ്പേരൊക്കെ ഉണ്ട് ഇല്ല? എന്തോ കമന്റ് ഉണ്ട്, ഇരട്ടപ്പേര് കണ്ട്. ഇരട്ടപ്പേരുകൾ ആളുകൾ വിളിക്കാറുണ്ട്. പേജ് മാറി. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് എക്സാമ്പിൾ, സന്തോഷ് പണ്ഡിറ്റ് കേട്ടില്ല? സന്തോഷ് പണ്ഡിറ്റ് പുള്ളിക്കാരനെ ആകെ നെഗറ്റീവ് ഇമേജ് ചെയ്യുന്നു. പുള്ളിക്കാരൻ മാറ്റിയെടുത്തു. ഇപ്പൊ പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ പക്കാ പ്രൊഫഷണൽ ആയിട്ട് പുള്ളി ഓരോ കാര്യത്തിന് വേണ്ടി സംസാരിക്കണൊക്കെ നമ്മള് കേട്ടിരിക്കും. പക്ഷെ ഇപ്പോ അവര് അഭിലാഷനാണെങ്കിൽ ഒരു കോമാളിത്ത രീതിയിലുള്ള ആളുകൾ അത് കാണുന്നത് അത് മാറ്റിയെടുക്കുക. കാരണം കഴിവുള്ള ആളാണ്. കലാഭവൻ മണി ഇവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണം, അതൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കുറച്ച് ഒരു ഇമിറ്റേഷൻ ഒന്ന് കാണിച്ചു തരാം ഓരോരുത്തർക്ക്. ഞാൻ മണിച്ചേട്ടൻ. ഹൈ പ്രിയുള്ള കലാശകളെ, ഇത് ഞാനാ കലാഭൻ മണി. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓടേണ്ട ഓടേണ്ട ഓടിത്തള്ളേരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തി ഒരു ഉമ്മ നൽകാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കലാകാരനാണ് മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് കൂടുതലും അനുകരിക്കുക. അങ്ങനെയാണ് ഞാൻ ചാലക്കുടിക്കാരൻ ഞങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ എത്തിയായിരുന്നു വിനയൻ സാറിൻ്റെ പടത്തിൽ. അത് കോമഡി ഉത്സവത്തിൽ എൻ്റെ ഒരു ഇത് കണ്ടു, വേഷം കണ്ടിട്ട് അവർക്കത് ഇഷ്ടമായി. അങ്ങനെയാണ് അതിലേക്ക് എന്നെ വിളിച്ചത്. അതിൽ അത്യാവശ്യം ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റി. പിന്നെ കോളനി എന്ന് പറഞ്ഞ മൂവിയിൽ നായകനാവാൻ പറ്റി. ഇനി അതുപോലെ തന്നെ നമ്മുടെ മാമക്കോയ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഞാൻ ചെയ്യാറുണ്ട്. കുറച്ചോനെ പാലിസ്ന അല്ല നായിൻ്റെ ഓനെ ഈ കളവ് പറ്റൂല, നമ്മൾ അന്ന് പറഞ്ഞ വേണ്ടാത്ത കാലത്തിന് പോകണ്ടെന്ന്. ഇപ്പം എന്തായി മോനെ വാലിസ്ന? അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ പൈസ തന്നില്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാവും, ആകെ ബഹളാവും. നമ്മൾ പൈസ തന്നെ എൻ്റെ പൊന്നു മോനെ വാലിസ്ന. പിന്നെ നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ, നമസ്കാരം ഉണ്ട്. പൊന്നപ്പനല്ല തങ്കപ്പൻ, അടിച്ചൊടുക്കണ അവരുടെ കാല്. എന്റെ കാലല്ല, അവരുടെ കാല് തള്ളി തള്ളി ഒടുക്കേ. കൊള്ളോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
നമ്മളിങ്ങനെ അവസരങ്ങൾ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ, കിട്ടുന്നില്ല. മണിച്ചേട്ടൻ അയാളും ഞാനും തമ്മിൽ കണ്ടാണോ? എങ്ങനെയുണ്ട് പടം? അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉണ്ട്. മണിച്ചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കയറേണ്ട സീനില്ലേ, ശരിക്കും കരഞ്ഞിട്ട്. അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം, ആണെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം. എൻ്റെ കുട്ടിയെ എനിക്ക് വേണം, ഇവൾക്കും എനിക്ക് വേറെ ആരുമില്ല. വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാം, എൻ്റെ കുട്ടിയെ എനിക്ക് വേണം. ആ ഒരു സീൻസ് കണ്ടതല്ലേ? അങ്ങനെ മണിച്ചേട്ടൻ്റെ, കാരണം മണിച്ചേട്ടൻ്റെ ഒരു ഇതാണ്, കാരണം എന്താ മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടുകളും ഞാൻ പാടാണ്. ഉമ്പായി കുച്ചാണ്ടേ പാണം കത്തണുമാ, വഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ, വയറ് കത്തിയാലി എൻ്റെ കുടല് കത്തണുമാ, പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണുമാ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ബൈക്കുച്ചാണ്ട് പാണം കത്തണുമാ. പിന്നെ ഒരു ചക്കുകുരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചാലക്കുടിയിലുള്ള വേറൊരു സുഹൃത്തുണ്ട്, മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടുന്നത്. പുള്ളി അത് പാടിയുണ്ടാവും. അത് നല്ല രസമുള്ള ഫീലിംഗ് ഉണ്ടാവും അതിൽ. രണ്ടുപേരും കൂടെ. തെക്കേ പ്ലാവും എൻ്റെ ഒപ്പേ വരിക്ക ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിയിടുന്നോപ്പേ, ചക്ക മുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൊളിപ്പാട്ടു പാടിയ നേരം കുഞ്ഞുറങ്ങി, ആ ഉറക്കം പൊന്നും കട്ടെ സഹിച്ചൂട്ടാ, അച്ഛനല്ലേ പറഞ്ഞതുണ്ണേ പൊന്നുണ്ണി നീ കണ്ണു തുറക്ക്, ഏറെ നേർച്ച നേർന്നിട്ട് കിട്ടിയ മുത്തല്ലടാ പൊന്നേ എന്ത് കീടപ്പാണമ്മയ്ക്ക് കണ്ടൂടാ, തെക്കേപ്പുറത്തെ പ്ലാവും എൻ്റെ ഒപ്പേ വരിക്ക ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. മണിച്ചേട്ടൻ ഒരു നോവ് തന്നെയല്ലേ. എനിക്ക് കോമഡി ഉത്സവത്തിൽ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അവസരം കിട്ടി. അത് അങ്ങനെ വിളിച്ച മണിച്ചേട്ടൻ അങ്ങനെ അവസരം കിട്ടി. ചാലക്കുടിക്കാരൻ ചങ്ങാതിരി ചെയ്യാൻ പറ്റി, മറ്റേ വിനയൻ സാറിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അതിൽ നായകനായിട്ട് എന്നെയായിരുന്നു വിളിച്ചത്. അതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വേറെ കമൻ്റ് ഇടും. പക്ഷെ അങ്ങനെ എന്നെ രഞ്ജു ചാലക്കുടി ഇല്ലേ, മണിച്ചേട്ടൻ്റെ ഇത് ചെയ്യുന്നവരെ, പക്ഷെ നായക വേഷത്തിലേക്കായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യവശാല് രാജാമണിക്കാണ് അത് കിട്ടി. അന്ന് സാറിന് വിനയൻ സാറിൻ്റെ വീട്ടിൽ പോയി പെർഫോമൻസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്തായാലും അതൊക്കെ, പക്ഷേ ആ സിനിമയിലൊരു ചെറിയ വേഷം അത് ആഡ് ചെയ്തു കേട്ടോ. അത് വലിയൊരു കാര്യം തന്നെയാണ് വിനയൻ സാറ് നന്ദി പറഞ്ഞു. പിന്നെ നമ്മൾ ആ മരിച്ച സമയത്ത് മരണപ്പെട്ടപ്പോൾ ഒരു പാട്ട് പാടില്ലേ, നേരെ പടിഞ്ഞാറു സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറ പാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ. കിടലായിപ്പോയി. അത് ആ ഒരു പാട്ടും അദ്ദേഹത്തിൻ്റെ ആ മരണവും ഇതൊക്കെ അല്ലേ, അത് സങ്കടമായിപ്പോയി എല്ലാവർക്കും. പിന്നെ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു പെർഫോമൻസ് ഇങ്ങനെ ഒരു കണ്ണൊക്കെ പിടിച്ചിട്ട്, മോളെ വാസന്തി കൊച്ചേട്ടനെ പോലെ നിനക്ക് കണ്ടില്ലേ, എല്ലാം മീൻ കൊത്തിയിടുന്ന തോന്നലോ ചേട്ടാ, ഉള്ള കാര്യം ഭംഗിയായിട്ട് നോക്കണേ, നമ്മൾ മറവ് ചെയ്യുമ്പോൾ തെക്കേപ്പുറത്ത് മതി. എന്താ കാര്യം എന്നറിയോ, എന്നോട് പിണങ്ങാണ്ട് ഓടിപ്പോയിരിക്കണ ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. അല്ല തോമസാറ് വന്നോ? തോമസാറ് പാവാ, എൻ്റെ വാസുദേവനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുക. തോമസാറ് പാവാ, എൻ്റെ വാസുദേവനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കുക. ഇട്ടില്ല ഞാൻ അയാൾ ചത്തോ. അങ്ങനെ പെർഫോമൻസ് ഞാൻ കുറേ ചാനലിലൊക്കെ ചെയ്തു. മണിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ടാട്ടോ. എന്തായാലും സന്തോഷം. എല്ലാവരും ഉണ്ട്. എന്തായാലും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടും കൂടെ പാടി നിർത്താം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി, ആത്മാർത്ഥമായി ഞാൻ പ്രഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. താങ്ക് യു. കാരണം ഈ ചാനലിലേക്ക് വിളിച്ച പ്രവർത്തകരെ എല്ലാവർക്കും ഞാൻ അഭിലാഷ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു.